Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. ഇന്ന് അശ്വതി മിസ് ലീവാണ്. അപ്പൊ അശ്വതി മിസ്സിന്റെ പീരീഡ് മിസ്സാണ് കേട്ടോ എടുക്കുന്നത്. ഇന്ന് മിസ്സിനെ കാണുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കല്ലേ എന്താണോ എന്ന് മിസ് വിചാരിക്കുന്നത് അല്ലെ. അപ്പൊ ഇന്ന് അശ്വതി മിസ് ലീവാണ്. അപ്പൊ മിസ്സിന്റെ പീരീഡ് മിസ്സാണ് കേട്ടോ എടുക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നലെ എന്താണ് വാർഡ് നമ്മുടെ ഹോസ്പിറ്റൽ വാർഡ് കംപ്ലീറ്റ് ചെയ്തു അല്ലെ. നെക്സ്റ്റ് ഇനി മിസ് സെക്കൻഡ് മൊഡ്യൂളിലെ ഫാർമസി എന്നുള്ള ചാപ്റ്റർ ആണ് മിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു അല്ലേ. തുടങ്ങാം അല്ലേ. നിങ്ങൾക്ക് ഒരു കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാല്ലേ ഫാർമസിനെ കുറിച്ച്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാല് നമ്മൾ പോകുന്ന സ്ഥലമാണ് അല്ലെ മരുന്നുകളൊക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടി. നോക്കാം നമുക്ക്. Pharmacy introduction. Hospital pharmacy is one of the most important department among several department of a hospital. ഇപ്പൊ നിങ്ങൾ തന്നെ പഠിച്ചു ഫസ്റ്റ് മൊഡ്യൂളില് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് പഠിച്ചു അല്ലെ. ഇനിയും നമുക്ക് പഠിക്കാനുണ്ട് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെ. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിലെ ഒരുപാട് സെവറൽ ഡിപ്പാർട്ട്മെന്റുകളില് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളില് ഒന്നാണ് ഫാർമസി. നെക്സ്റ്റ് പറയുന്നത് ഹോസ്പിറ്റൽ ഫാർമസി ഈസ് ഡിഫൈൻഡ് ആസ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദി ഹോസ്പിറ്റൽ വിച്ച് ഹാൻഡിൽസ് പ്രിക്വയർമെന്റ്, സ്റ്റോറേജ്, compounding, dispensing, manufacturing, testing, packaging and distribution of drugs. നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസി ഡിപ്പാർട്ട്മെന്റില് എന്താണ് ഒരുപാട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അല്ലെ, കൈകാര്യം ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പറയുന്നത് പ്രൊക്വയർമെന്റ്. പ്രൊക്വയർമെന്റ് എന്ന് പറയുന്നത് നമുക്ക് ലഭ്യത. ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് മരുന്നുകൾ ലഭിക്കുന്നുണ്ട് അല്ലെ. നമുക്ക് ഡോക്ടേഴ്സ് എഴുതി തരുന്ന പ്രിസ്ക്രിപ്ഷൻ നമുക്ക് ഉള്ള മരുന്നുകൾ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഫാർമസിയിൽ നിന്ന്. അപ്പൊ എന്താണ് നമ്മുടെ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള റൈറ്റ് മെഡിക്കേഷൻസ്, ശരിയായ മരുന്നുകൾ തന്നെയല്ലേ നമുക്ക് തരേണ്ടത്. നമ്മുടെ പ്രിസ്ക്രിപ്ഷനിൽ ഏത് മരുന്നാണോ എഴുതിയിരിക്കുന്നത് ആ മരുന്ന് എങ്ങനെ എഴുതി തരാൻ? അപ്പൊ റൈറ്റ് മെഡിക്കേഷൻ റൈറ്റ് ടൈമില് റൈറ്റ് പേഷ്യൻസില് കോസ്റ്റ് കുറവില് കൊടുക്കണം അല്ലെ. ഒരുപാട് കോസ്റ്റിന് കൊടുക്കാൻ പാടുണ്ടോ? പാടില്ല അല്ലെ. മിതമായ നിരക്കില് അല്ലെ, മിതമായ നിരക്കില് നമ്മുടെ പേഷ്യൻസിന്റെ സേഫ്റ്റിയും സുരക്ഷിതത്വവും ക്വാളിറ്റിയോട് കൂടി മരുന്നുകളെ ലഭ്യമാക്കുന്നതിന് വേണ്ടി അവര് നമ്മുടെ ഫാർമസിയില് മരുന്നുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സൂക്ഷിച്ചു വെക്കുന്നുണ്ട് അല്ലെ. അതാണ് പ്രൊക്വയർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സംഭരണം എന്താണ്? നമ്മുടെ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള റൈറ്റ് മെഡിക്കേഷൻസ് റൈറ്റ് ടൈമില് റൈറ്റ് പേഷ്യൻസിന് മിതമായ നിരക്കില് നൽകുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്യുന്നുണ്ട്? മാനുഫാക്ചേഴ്സിന്റെ അടുത്തിൽ നിന്ന് അല്ലെങ്കിൽ സപ്ലയേഴ്സിൽ നിന്ന് വാങ്ങി എന്തെങ്കിലും സംഭരിച്ചു വെക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് പ്രൊക്വയർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് അവർ ഈ ഒരു മാനുഫാക്ചറിൽ നിന്ന് അല്ലെങ്കിൽ സപ്ലയേഴ്സിൽ നിന്ന് വാങ്ങിക്കുന്ന മരുന്നുകൾ എവിടെ ചെയ്യണം? സ്റ്റോറേജ് ചെയ്ത് വെക്കണം അല്ലെ. കണ്ടിട്ടില്ലേ ഫാർമസിയില് ആൽഫബറ്റിക് ഓർഡറിലല്ലേ പല പല ബിന്നുകളിലൊക്കെ മെഡിക്കേഷൻസ് ഒക്കെ വെക്കുന്ന ബിന്നുകളില് അല്ലെങ്കിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സ്റ്റോറേജ് നമുക്കറിയാം. മരുന്നുകള് ആകെ പലതരത്തിലുള്ള മരുന്നുകൾ ഉണ്ട് അല്ലെ. നാർക്കോട്ടിക് ഡ്രഗ്സ് ഉണ്ട്, ജനറൽ ഡ്രഗ്സ് ഉണ്ട്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ഉണ്ട്, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് ഉണ്ട്. കേട്ടിട്ടുണ്ടോ? വാക്സിന്, ഇൻസുലിന് അങ്ങനെയുള്ള മരുന്നുകളൊക്കെ എങ്ങനെയാണ്? റെഫ്രിജറേറ്ററിലാണ് സൂക്ഷിക്കുന്നത് അല്ലെ. പിന്നെ എന്താണ്? നാർക്കോട്ടിക് ഡ്രഗ്സുകൾ ഉണ്ട് അല്ലെ. എന്താണ്? നമ്മുടെ സെഡേഷന് വേണ്ടി അല്ലെങ്കിൽ പെയിൻ റിലീഫിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളുണ്ട്.
അതേപോലെ ജനറൽ ഡ്രഗ്സുകൾ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ് പല രീതിയിലാണ് സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഓരോ മരുന്നുകളും അത് എങ്ങനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്, ആ ഒരു രീതിയിൽ മരുന്നുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫാർമസിയിൽ സ്റ്റോറേജ് നടത്തുന്നുണ്ട്. ഓക്കെ ആണോ? അതെന്താണ് നെക്സ്റ്റ് പറയുന്നത് കമ്പൗണ്ടിങ്. മിസ് പറഞ്ഞു ചില ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്, മരുന്നുകള് മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട് അല്ലെ, നിർമ്മിക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഒരു മരുന്ന് നിർമ്മിക്കാൻ സാധിക്കുമോ? അതിൽ പല കണ്ടന്റുകൾ മിക്സ് ചെയ്തിട്ടാണ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കോമ്പൗണ്ടിങ്, മിശ്രിതം തയ്യാറാക്കല്. നെക്സ്റ്റ് പറയുന്നത് ഡിസ്പെൻസിങ്. ഡിസ്പെൻസിങ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സ്റ്റോറിൽ നിന്ന് ആ ഒരു കബോർഡിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഷെൽഫിൽ നിന്ന് ചീഫ് ഫാർമസിസ്റ്റുകൾക്ക് മരുന്നുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോറിൽ നിൽക്കുന്ന ഫാർമസിസ്റ്റുകൾ എടുത്തു കൊടുക്കുന്നുണ്ട് അല്ലെ, ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ചീട്ടിന്റെ അടിസ്ഥാനത്തില്. അതിനുശേഷം നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റ് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ചീട്ടുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷമാണ് അല്ലെ പേഷ്യൻസിന് വിതരണം ചെയ്യുന്നത്. ആണോ? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഡിസ്പെൻസിങ് നടക്കുന്നുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് മാനുഫാക്ചറിങ്. ഒരുപാട് റിസർച്ചുകളും ടെസ്റ്റുകളൊക്കെ നടത്തി അവർ എന്ത് ചെയ്യുന്നുണ്ട്, മരുന്നുകള് മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്, നിർമ്മിക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്, നിർമ്മിച്ച മരുന്നുകൾ അല്ലെ നമ്മുടെ പേഷ്യൻസിന് എന്തെങ്കിലും എന്താണ് റിസ്കുകൾ ഉണ്ടാക്കുന്നുണ്ടോ, എങ്ങനെ അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൽ ക്വാളിറ്റിയുടെ അഭാവമുണ്ടോ അല്ലെ, അതൊക്കെ അറിയുന്നതിന് വേണ്ടി ഫൈനൽ പ്രോഡക്റ്റ് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. ഓക്കെ ആണോ? അതെല്ലാം അവിടെ മാനുഫാക്ചറുടെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ സപ്ലയേഴ്സിൽ നിന്ന് വാങ്ങിച്ച മരുന്നുകൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ വാങ്ങിച്ച മരുന്നുകൾക്ക് അവർ പർച്ചേസ് ചെയ്ത മരുന്നുകൾക്ക് ക്വാളിറ്റി ഉണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് പാക്കേജിങ്. എന്താണ്, മരുന്നുകള് നമുക്ക് പ്രോപ്പർ ആയ രീതിയിൽ പാക്കേജ് ചെയ്തിട്ടല്ലേ തരുന്നുണ്ട് ഫാർമസിയിൽ നിന്ന്, വെറുതെ നമുക്ക് കയ്യിലേക്ക് തരാണ് തരുന്നത് അല്ല, പാക്കേജിങ് നടത്തുന്നുണ്ട്. കൂടാതെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്സ്. എന്താണ്, നമ്മുടെ മരുന്നുകള് അല്ലെങ്കിൽ അതർ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകള് എന്താണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെ, നമ്മുടെ ഒ പിയിൽ വന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട്. ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വാർഡുകളിലേക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മരുന്നുകളുടെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നുണ്ട് അല്ലെ, വിതരണം ചെയ്യുന്നു. ഓക്കെ ആണോ? അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ ഫാർമസിയിൽ നടക്കുന്നുണ്ട്. ക്ലിയർ ആണോ? കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഇറ്റ് ഈസ് ഓൾസോ റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ ആൻഡ്, ഒന്നുകൂടെ പറയണം, ഹോസ്പിറ്റൽ ഫാർമസി ആ ഒരു ഡിപ്പാർട്ട്മെന്റില്, ഫാർമസി ഡിപ്പാർട്ട്മെന്റില് എന്താണ് ഒരുപാട് പ്രവർത്തനങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് പറയുന്നത് പ്രൊക്വയർമെന്റ്. പ്രൊക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ലഭ്യത എന്നും പറയാം, സംഭരണം എന്നും പറയാം നമുക്ക്. എന്ന് വെച്ചാല് നമ്മൾക്ക് എന്താണ്, നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് നമുക്ക് എഴുതി തരുന്ന മരുന്നുകൾ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഫാർമസിയിൽ നിന്ന് അല്ലെ. ഡോക്ടർ എഴുതി തരുന്ന മരുന്നുകൾ ഫാർമസിയിൽ നിന്നല്ലേ ലഭിക്കുന്നത്. അപ്പൊ ആ മരുന്നുകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ അവരെന്ത് ചെയ്യണം? ശരിയായ രീതിയിൽ മരുന്നുകൾ സംഭരിച്ചു വെക്കണോ, ലഭ്യത ഉറപ്പുവരുത്തണം അല്ലെ. എന്താണ്, ശരിയായ മരുന്നുകള് ശരിയായ സമയത്ത് മിതമായ വിലയില് നമ്മുടെ പേഷ്യൻസിന് ശരിയായ പേഷ്യൻസിൽ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി മാനുഫാക്ചേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ സപ്ലയേഴ്സിൽ നിന്ന് മരുന്നുകൾ വാങ്ങിച്ച് അവർ സംഭരിച്ചു വെക്കുന്നു. ഓക്കെയാണോ? അതാണ് പ്രൊക്വയർമെന്റ്. നെക്സ്റ്റ് പറയുന്നത് സ്റ്റോറേജ് അല്ലെ. അവർ ഈ സംഭരിക്കുന്ന അല്ലെങ്കിൽ അവര് മാനുഫാക്ചേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ സപ്ലയേഴ്സിൽ നിന്ന് വാങ്ങിക്കുന്ന മരുന്നുകൾ എന്ത് ചെയ്യണം? സ്റ്റോറേജ് ചെയ്യണം അല്ലെ. ശരിയായ രീതിയിൽ സ്റ്റോറേജ് ചെയ്ത് വെക്കണ്ടേ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സ്റ്റോറേജ് നടക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് കോമ്പൗണ്ടിങ് അല്ലെ. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാല് മിശ്രിതം തയ്യാറാക്കാം. നമ്മൾ മരുന്നുകൾ വാങ്ങിക്കുമ്പോൾ അതിന്റെ ബാക്കിൽ കണ്ടിട്ടില്ലേ ഇൻഗ്രീഡിയൻസ്, കണ്ടൻസ് ഒന്നും പറഞ്ഞ് കൊടുത്തത് കണ്ടിട്ടില്ലേ? അപ്പൊ അതെന്താ, പലതരത്തിലുള്ള കെമിക്കൽസും അല്ലെ കൂടി
കളക്ട് ചെയ്തിട്ടാണ് അല്ലെ നമുക്ക് മരുന്നുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കോമ്പൗണ്ടിങ് നടക്കുന്നുണ്ട്. ഓക്കെ ആണോ? ഫസ്റ്റ് ആണോ? അത്രയും. നെക്സ്റ്റ് പറയുന്നത് ഡിസ്പെൻസിങ്. നമ്മുടെ ഫാർമസിയിലെ ചീട്ട് കൊടുത്തു കഴിഞ്ഞാൽ, പ്രിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് മരുന്നുകൾ തരുന്നത്? ആ ഒരു സ്റ്റോറിൽ കുറച്ച് പേര് നിൽക്കുന്നുണ്ടാവും അല്ലെ? അവര് ബാക്കിൽ അവരെന്ത് ചെയ്യും? ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ചീട്ട് നോക്കി കാണിട്ട് മരുന്നുകൾ അവിടെ നിന്ന് എടുത്തു കൊടുക്കും. അപ്പൊ ചീഫ് ഫാർമസിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ആ മരുന്നുകളും എടുത്തു കൊടുത്ത മരുന്നുകളും നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ ചീട്ടും വെച്ച് ക്രോസ് ചെക്ക് ചെയ്തിട്ടാണോ നമുക്ക് തരുന്നത്? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഡിസ്പെൻസിങ് സ്റ്റോറിൽ നിന്ന് നമ്മുടെ മരുന്നുകള് ഫാർമസിസ്റ്റുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് മാനുഫാക്ചറിംഗ്. എന്താണ്? അവർ ഒരുപാട് റിസർച്ചുകളൊക്കെ നടത്തിയതിനു ശേഷം മരുന്നുകള് നിർമ്മിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? അവര് പ്രൊഡ്യൂസ് ചെയ്ത മാനുഫാക്ചറിങ് ചെയ്ത മരുന്നുകളായിക്കോട്ടെ, അല്ലെങ്കിൽ അവര് സപ്ലയേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ വേറെ മാനുഫാക്ചേഴ്സിൽ നിന്ന് വാങ്ങിച്ച മരുന്നുകളായിക്കോട്ടെ, അതിന്റെ ക്വാളിറ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടി അവർ എന്ത് ചെയ്യുന്നുണ്ട്? പരിശോധിക്കുന്നുണ്ട്, ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട്. നെക്സ്റ്റ് മരുന്നുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പാക്കേജിങ് നടക്കുന്നുണ്ട്. നമുക്ക് മരുന്നുകൾ അങ്ങനെയാണ് വരുന്നുണ്ട് അല്ല, പാക്കേജിങ് നടക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ, വിതരണം ചെയ്യുക. നമുക്ക് മരുന്നുകള് ഔട്ട് പേഷ്യന്റില് ഒപിയിൽ വരുന്ന പേഷ്യൻസിനും ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള പേഷ്യൻസിന്, വാർഡുകളിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന പേഷ്യൻസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മരുന്നുകൾ വിതരണം ചെയ്യുന്നുണ്ടോ? അത് ഫാർമസിയിൽ നിന്നാണ് അല്ലെ വിതരണം ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ കൂടി നമ്മുടെ ഫാർമസിയിൽ നടക്കുന്നുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇൻ ഫാർമസ്യൂട്ടിക്കൽ സർവീസസ്. എന്നാൽ നമ്മുടെ ആ ഒരു ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഡ്യൂക്കേഷനിലെ വിദ്യാഭ്യാസം, അറിവുകൾ നൽകുന്ന, അവയർനെസ് കൊടുക്കുന്നതും ആ ഒരു ഫാർമസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണങ്ങൾ നടക്കുന്നത് എന്തിനോടുമായി ബന്ധപ്പെട്ടിട്ടാണ്? ഫാർമസിയോടുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ? അവിടുത്തെ ചീഫ് ഫാർമസിസ്റ്റ് അല്ലെ അതിൽ ഉൾപ്പെടുന്നത്. അപ്പൊ എന്താണ്? ഫാർമസ്യൂട്ടിക്കൽ സർവീസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഡ്യൂക്കേഷൻ. നമുക്ക് മരുന്നുകള് പേഷ്യൻസിന് എങ്ങനെയൊക്കെ കഴിക്കണം, എപ്പോഴൊക്കെയാണ് കഴിക്കേണ്ടത് എന്നുള്ള ഒരു അവബോധം കൊടുക്കുന്നത് ഫാർമസിയിൽ നിന്നാണോ? അപ്പൊ അങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷൻ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകളെ കുറിച്ച് അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ സർവീസസിനെ കുറിച്ചുള്ള ഒരു റിസർച്ചുകള്, ഗവേഷണങ്ങൾ നടക്കുന്നത് ഫാർമസിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ ഫാർമസി ഈസ് ഗവേൺഡ് ബൈ പ്രൊഫഷണലി എഫിഷ്യന്റ് ആൻഡ് എ ക്വാളിഫൈഡ് ഫാർമസിസ്റ്റ് അല്ലെ? നമ്മുടെ ഒരു ഹോസ്പിറ്റൽ ഫാർമസി ഭരണം നടത്തേണ്ടത് എന്ന് വെച്ചാല് അത് നയിക്കേണ്ടത് അല്ലെ, അവിടുത്തെ പ്രവർത്തനങ്ങള് കൺട്രോൾ ചെയ്യേണ്ടത് ആരായിരിക്കണം? പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള, എഫിഷ്യന്റ് ആയിട്ടുള്ള അല്ലെ, അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കണം അല്ലെ. അതല്ലാണ്ട് നോർമൽ ഒരു പേഴ്സൺ പോയി കഴിഞ്ഞിട്ട് ഫാർമസിയുടെ പ്രവർത്തനങ്ങൾ നയിക്കാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് പോയി നിങ്ങൾക്ക് ഫാർമസിയിലെ പ്രവർത്തനങ്ങൾ നയിക്കാൻ പറ്റുമോ? മരുന്നുകൾ വിതരണം ചെയ്യാനില്ല അല്ലേ? അപ്പൊ എന്താണ്? നമ്മുടെ ഫാർമസി പ്രവർത്തനങ്ങളെ നയിക്കേണ്ടത്, അത് കൺട്രോൾ ചെയ്യേണ്ടത് പ്രൊഫഷണലി എഫിഷ്യന്റ് ആയിട്ടുള്ള, യോഗ്യരായിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കണം ആ ഫാർമസിയിലെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യാൻ. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ഹോസ്പിറ്റൽ ഫാർമസി ആർ അക്കൗണ്ടബിൾ ഫോർ ഓർഡറിംഗ്, ക്വാളിറ്റി ടെസ്റ്റിംഗ്, സ്റ്റോറിംഗ് ആൻഡ് സെക്യൂരിറ്റി ഓഫ് ഡ്രഗ്സ് ആൻഡ് മെഡിസിൻ ഇൻ ഹോസ്പിറ്റൽ. നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റിന് എന്തൊക്കെ തരത്തിലുള്ള അക്കൗണ്ടബിൾ ഉണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്? മരുന്നുകൾ ഓർഡർ ചെയ്യണം അല്ലേ? വേണോ? ശരിയായ മരുന്നുകള് ആ ഒരു എന്താണ് സ്റ്റോക്ക് തീർന്നു പോകുന്നതിന് മുമ്പ് ഒരു ഓർഡർ ചെയ്ത് കൊടുക്കണം അല്ലെ സപ്ലയേഴ്സിൽ നിന്ന്. അപ്പൊ
അപ്പൊ അങ്ങനെയുള്ള ഒരു ഓർഡറിങ് അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. നെക്സ്റ്റ് എന്താണ്, അവർ ഓർഡർ ചെയ്ത മരുന്നുകൾ അവർക്ക് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യണം, അവരത് റിസീവ് ചെയ്തതിന് ശേഷം ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യണോ, ഗുണനിലവാരമുണ്ടോ അല്ലെ, നമ്മുടെ പേഷ്യൻസിന് എന്തെങ്കിലും റിസ്കുകൾ ഉണ്ടാക്കുന്നുണ്ടോ അല്ലെ, പേഷ്യന്റിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി. അപ്പൊ അങ്ങനെയുള്ള ക്വാളിറ്റി ടെസ്റ്റിംഗ് ചെയ്യണം. നെക്സ്റ്റ് എന്താണ്, ഓരോ മരുന്നുകളും ശരിയായ രീതിയിൽ അതിന് ഉചിതമായ രീതിയിൽ അവർ സ്റ്റോർ ചെയ്ത് വെക്കണം. നെക്സ്റ്റ് എന്താണ്, മരുന്നുകളുടെ സെക്യൂരിറ്റി അല്ലെ, സുരക്ഷിതത്വത്തിന് നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റിന് ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ മൂവീസിലൊക്കെ കാണാറുണ്ട് അല്ലെ, ചില മരുന്നുകൾ എന്താണ് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ഈ നാർക്കോട്ടിക് ഡ്രഗ്സുകളൊക്കെ ചിലര് മയക്കുമരുന്നുകളാക്കാനായിട്ട് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ, ആണോ? അതല്ലെങ്കിൽ കോസ്റ്റ് കൂടിയ മരുന്നുകൾ കളവ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മെഡിസിനുകളുടെ ഡ്രഗ്സുകളുടെ സുരക്ഷിതത്വം കൂടി നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റിന് എന്താണ് ഉറപ്പുവരുത്താൻ ഉത്തരവാദിത്വമുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് they must also make sure an adequate supply of medicine. അവർക്ക് സപ്ലൈ ചെയ്യാൻ ആവശ്യമുള്ള ആ ഒരു മരുന്നുകളുടെ സ്റ്റോക്ക് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം അല്ലെ. നമ്മുടെ മരുന്നുകൾ സ്റ്റോക്ക് ഔട്ട് ആകാൻ പാടുണ്ടോ, എമർജൻസി മെഡിസിനുകൾ അല്ലെങ്കിൽ മറ്റു മെഡിസിനുകൾ സ്റ്റോക്ക് ഔട്ട് ആകാൻ പാടുണ്ടോ, ഇല്ല അല്ലേ. അപ്പൊ അവർക്ക് സപ്ലൈ ചെയ്യാൻ നമ്മുടെ വാർഡിലേക്ക്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യൻസിന് സപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള, വിതരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ടോ എന്ന് നമ്മുടെ ഫാർമസിസ്റ്റ് ഉറപ്പുവരുത്തണം. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, നെക്സ്റ്റ് എടുക്കാലോ. നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി. നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഫങ്ഷൻസ് അല്ലെ, പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്. നെക്സ്റ്റ് ഫസ്റ്റ് പറയുന്നത് എന്താണ്, ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ് അല്ലെ. നമ്മുടെ ആ ഒരു മുൻകൂട്ടിയുള്ള ധാരണ, നമ്മുടെ ഫാർമസി എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു ഡിമാൻഡ് എന്താണ്, പ്രൊവിഷനിങ് അല്ലെ. പ്രൊവിഷനിങ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് ചെയ്യുക. എങ്ങനെയാണ് പേഷ്യൻസിന് മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്? The act of provisioning എന്ന് പറഞ്ഞാൽ the act of providing or supplying medications and other pharmacy related services to patients ordering their safety and effective use അല്ലെ. നമ്മൾ മരുന്നുകൾ പേഷ്യൻസിന് നൽകുന്ന മരുന്നുകൾ എങ്ങനെയായിരിക്കണം, സേഫ്റ്റി അല്ലെ, അവരുടെ സുരക്ഷിതത്വവും പിന്നെ എന്താണ് കാര്യക്ഷമ എഫക്റ്റീവായ രീതിയിൽ അവർക്ക് യൂസ് ചെയ്യാനും പറ്റണം അല്ലെ, ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റണം അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള മരുന്നുകള് അതല്ലെങ്കിൽ മറ്റ് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകൾ, സർവീസസ് എന്താണ് പേഷ്യൻസിന് നൽകുക, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഫാർമസിയുടെ പ്രവർത്തനമാണ് അല്ലെ, ആണോ? അങ്ങനെയല്ലേ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഫാർമസി അല്ലെ. നമുക്ക് ആവശ്യമായ മരുന്നുകൾ അതിന്റെ സുരക്ഷിതത്വം ഫലപ്രദവുമായി അനുസരിച്ച് നമുക്ക് നൽകുകയാണ് അല്ലെ, ഫാർമസി പ്രൊവൈഡ് ചെയ്യാണ് അല്ലെ. മരുന്നുകൾ മാത്രമാണോ, ലോഷൻസ്, ഷാംപൂസ് അല്ലെ, മറ്റേ കോസ്മെറ്റിക്സ് അങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് കിട്ടുന്നില്ലേ ഫാർമസിന്ന്, കിട്ടുന്നുണ്ടോ ഇല്ലേ? എന്താണ് നമ്മുടെ മെഡിക്കേഷൻസ്, അതർ ഫാർമസി സർവീസസ് എന്താണ് നമുക്ക് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള പേഷ്യന്റിന്റെ സുരക്ഷിതത്വത്തിനും അവർക്ക് ഫലപ്രദമായ ഉപയോഗത്തിനും വേണ്ടി അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഫാർമസിയുടെ ഫങ്ഷൻസ് ആണ്. നമുക്ക് കൂടാതെ എന്താണ് ഈ മരുന്നുകൾ മാത്രമാണ് അവർ നൽകുന്നത്, കൗൺസിലിംഗ് നൽകുന്നുണ്ട് അല്ലെ. ചില സിറ്റുവേഷൻസിൽ പേഷ്യൻസിന് കൗൺസിലിംഗ് നൽകുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് ഈ പ്രമേഹം, ഷുഗർ ഒക്കെ കൂടുന്ന പേഷ്യൻസിന് അവർക്ക് മരുന്നുകൾ ഉപയോഗിച്ചിട്ട്, ടാബ്ലറ്റ്സ് ഉപയോഗിച്ചിട്ട് അവർക്ക് അവരുടെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. ഡോസ് ഒക്കെ കൂട്ടിക്കൊടുത്തിട്ട് എന്താണ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യും, ഡോക്ടർ അവർക്ക് ഇൻസുലിൻ എഴുതി കൊടുക്കൽ ആണോ, ഇൻസുലിൻ എഴുതി കൊടുക്കും. ആ ഒരു ഇൻസുലിൻ ഫസ്റ്റ് ടൈം അവർക്ക് യൂസ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്,
കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ? അവർക്കൊരു പേടി ഉണ്ടാവും. ആണോ? സ്വാഭാവികമായിട്ടും അവർക്ക് അതിനെക്കുറിച്ച് അത് യൂസ് ചെയ്യുന്ന രീതിയെ കുറിച്ച് അവരത് സ്വന്തം അത് ഉപയോഗിച്ചാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലെ? അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം? അതുമായി ബന്ധപ്പെട്ട ഒരു അവയർനെസ്, ഒരു കൗൺസിലിംഗ് കൊടുക്കണം. അപ്പൊ അത്തരം സർവീസുകളൊക്കെ എവിടെയും നിന്ന് കൊടുക്കുന്നുണ്ട്. ഫാർമസിസ്റ്റുകൾ കൊടുക്കുന്നില്ലേ? ഉപയോഗിക്കുന്ന രീതിയെ കുറിച്ച്. അപ്പൊ അത്തരത്തിലുള്ള കൗൺസിലിംഗ്, പിന്നെ ഡ്രഗ് തെറാപ്പി, ആ ഒരു ഡ്രഗിന്റെ ഉപയോഗത്തിലുള്ള മോണിറ്ററിംഗ് ഒക്കെ നമ്മുടെ ഫാർമസിയിൽ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ നമ്മുടെ ഫാർമസിയിൽ നിന്ന് പർച്ചേസിങ് നടക്കുന്നുണ്ട് അല്ലെ? അവർ വാങ്ങുന്നില്ലേ? സപ്ലയേഴ്സിൽ നിന്ന് അല്ലെ? മാനുഫാക്ചേഴ്സിൽ നിന്ന് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പർച്ചേസിങ് നടക്കുന്നുണ്ട്. അവരോട് ജസ്റ്റ് ഓർഡർ കൊടുത്താൽ മാത്രം മതിയോ? പർച്ചേസ് ഓർഡർ കൊടുത്താൽ മാത്രം മതിയോ? അവർ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ റിസീവ് ചെയ്യണം അല്ലെ? ഫാർമസിയിൽ സ്വീകരിക്കേണ്ടു. അപ്പൊ റിസീവിങ് നടക്കുന്നുണ്ട് അല്ലെ? പർച്ചേസ് ചെയ്ത മരുന്നുകള് സപ്ലയേഴ്സിൽ നിന്ന് അവര് വാങ്ങുന്നുണ്ട്, റിസീവ് ചെയ്യുന്നുണ്ട്. റിസീവ് ചെയ്ത മരുന്നുകൾ എന്ത് ചെയ്യണം? ഇൻസ്പെക്ഷൻ നടത്തണം അല്ലെ? പരിശോധന നടത്തണം. എന്താണ്? അവര് പറഞ്ഞ മരുന്നുകൾ തന്നെയാണോ അല്ലെ? കറക്റ്റ് മെഡിക്കേഷൻസ് തന്നെയാണോ? കറക്റ്റ് ക്വാണ്ടിറ്റിയിലുണ്ടോ അല്ലെ? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ? അതൊക്കെ നോക്കണ്ടേ? അപ്പൊ അങ്ങനെയുള്ള ഒരു ഇൻസ്പെക്ഷൻ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? അതിനുശേഷം ക്വാളിറ്റി ടെസ്റ്റ് എടുക്കുന്നുണ്ട് അല്ലെ? ഗുണനിലവാരം പരിശോധിക്കുന്നുണ്ട്. പേഷ്യൻസിന്റെ സുരക്ഷിതത്വമുള്ളതാണോ? ക്വാളിറ്റിയിൽ എന്തെങ്കിലും എന്താണ് അഭാവമുണ്ടോ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി ടെസ്റ്റ് നടത്തുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? അവര് പർച്ചേസ് ചെയ്ത മരുന്നുകൾ ഓരോ മരുന്നുകളുടെയും ഉചിതമായ രീതിയിൽ, ആപ്റ്റായ രീതിയിൽ അതെന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോറേജ് ചെയ്യുന്നുണ്ട് അല്ലെ? സംഭരിക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? കൂടാതെ അവര് സ്റ്റോറേജ് ചെയ്ത മരുന്നുകൾ നമ്മുടെ പേഷ്യൻസിന് ആവശ്യമായ സമയത്ത് മിതമായ നിരക്കില് അവര് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു, വിതരണം നടത്തുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തിട്ട് മിസ്സിനെ ക്ലിയർ അല്ലേ? അതിലെല്ലാം നെക്സ്റ്റ് പറയുന്നത് സെലക്ഷൻ ഓഫ് ട്രസ്റ്റ് വർത്തി സപ്ലയേഴ്സ് അല്ലെ? നമ്മൾ തിരഞ്ഞെടുക്കുന്ന സപ്ലയേഴ്സ് എങ്ങനെയുള്ള ആളുകളായിരിക്കും? വിശ്വാസയോഗ്യരായിരിക്കണം അല്ലെ? ഒരു കള്ളത്തരങ്ങൾ കാണിക്കില്ല അല്ലെ? ക്വാളിറ്റിയുടെ അഭാവം ഉണ്ടാവില്ല. നമുക്ക് പറഞ്ഞ സമയത്ത് കറക്റ്റ് ടൈമിൽ അല്ലെ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് ലഭ്യമാക്കുമെന്ന് നമുക്ക് വിശ്വാസയോഗ്യരായിട്ടുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ വിശ്വാസയോഗ്യരായിട്ടുള്ള സപ്ലയേഴ്സിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ആരുടെ ജോലിയാണ്? നമ്മുടെ ഫാർമസിയുടെ ഫങ്ഷൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പ്രിസ്ക്രൈബിംഗ് എസ്റ്റിമേറ്റ് ഓഫ് ദി നീഡഡ് മെഡിസിൻ അല്ലെ? ആ ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി വരുന്ന അല്ലെ എസ്റ്റിമേറ്റ് അല്ലെ? ആവശ്യമായി വരുന്ന മരുന്നുകള് ആ ഒരു എസ്റ്റിമേഷൻ തയ്യാറാക്കുന്നത് ആരാണ്? ഹോസ്പിറ്റൽ ഫാർമസി ആണ്. ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ആ ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിൽ അവർക്ക് എത്ര മരുന്ന്, ഏതൊക്കെ മരുന്നുകള് എത്ര ക്വാണ്ടിറ്റിയിൽ ആവശ്യമായി വരും അല്ലേ? അങ്ങനെയുള്ള ഒരു എസ്റ്റിമേഷൻ തയ്യാറാക്കുന്നത് ആരാണ്? നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയുടെ പ്രവർത്തനമാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് കീപ്പിംഗ് ഇൻഫർമേഷൻ ഓൺ ക്വാളിറ്റി, കോസ്റ്റ്, സോഴ്സ് ഓഫ് സപ്ലൈ, ഡ്രഗ് റിയാക്ഷൻ. എന്താണ്? അവര് ആ നമ്മുടെ മരുന്നിന്റെ ക്വാളിറ്റി, ഗുണനിലവാരത്തെ കുറിച്ച്, കോസ്റ്റ്, ഓരോ മരുന്നുകളുടെയും കേട്ടോ, ഓരോ മരുന്നുകളുടെയും ക്വാളിറ്റി, ഗുണനിലവാരത്തെ കുറിച്ച്, മരുന്നുകളുടെ വില അല്ലെ, കോസ്റ്റ്, പിന്നെ ആ ഒരു മരുന്ന് അവർക്ക് എവിടെ നിന്നാണ് ലഭിച്ചത് അല്ലെ? സോഴ്സ് എവിടെയാണ്? ഏത് സപ്ലയേഴ്സിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് മാനുഫാക്ചേഴ്സിൽ നിന്നാണ് അവർക്ക് ആ ഒരു മരുന്നുകൾ ലഭിച്ചത്? ആ ഒരു മരുന്ന് അല്ലെ ഏതെങ്കിലും മരുന്ന് കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അല്ലെ എന്നുള്ള വിവരങ്ങള് അവര് കീപ്പ് ചെയ്യുന്നുണ്ട്, അവര് സൂക്ഷിക്കുന്നുണ്ട്. ചില മരുന്നുകൾ കഴിച്ചാൽ എന്താണ്? ചിലർക്ക് ആന്റിബയോട്ടിക്സ്
അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിക്കുമ്പോൾ എന്താണ് ചിലർക്ക് വോമിറ്റിംഗ് ഉണ്ടാകാറുണ്ട്, ചിലർക്ക് അസഹ്യമായ വയറുവേദന ഫീൽ ചെയ്യാറുണ്ട് അല്ലെ, ചിലർക്ക് ശരീരത്തൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞു പൊന്താറുണ്ട് അല്ലെ, തടിച്ചു പൊന്താറുണ്ട്, ചിലരുടെ ചുണ്ട് വീർത്ത് വരാറുണ്ട് അല്ലെ, പല റിയാക്ഷൻസും കാണിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ എന്നും അവരെന്ത് ഇൻഫർമേഷൻസ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങള് അവർ സൂക്ഷിക്കുന്നു. ഓക്കെ ആണോ? അതുകൊണ്ട് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ ചോദിക്കാറുണ്ട് അല്ലെ നമ്മുടെ അടുത്ത് ഏതെങ്കിലും മരുന്ന് കഴിച്ചാൽ റിയാക്ഷൻ ഉണ്ടോ അല്ലെ, ഉണ്ടെന്നൊക്കെ അറിയണമെങ്കിൽ അത് ഏതാണെന്നും ചോദിക്കാറുണ്ട് അല്ലെ, പെയിൻ കില്ലർ ആണോ എന്നൊക്കെ ചോദിക്കാറില്ലേ? അപ്പൊ അത്തരത്തിലുള്ള ഡ്രഗ് റിയാക്ഷൻ ഉണ്ടാക്കുന്ന മരുന്നുകളാണെങ്കിൽ അതിനെ കുറിച്ചുള്ള വിവരങ്ങളും സൂക്ഷിക്കുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ക്വാളിറ്റി കൺട്രോൾ ഓഫ് പർച്ചേസ്ഡ് ഓർ മാനുഫാക്ചർഡ് പ്രോഡക്റ്റ് അല്ലെ, അവര് വാങ്ങിച്ച മരുന്നുകളാകട്ടെ, പർച്ചേസ് ചെയ്ത മരുന്നുകളാകട്ടെ, അല്ലെങ്കിൽ അവര് മാനുഫാക്ചർ അല്ലെ അവര് ഉത്പാദിപ്പിച്ച നിർമ്മിച്ച പ്രോഡക്ട്സുകളായിക്കോട്ടെ, അതിന്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലെ, ഗുണനിലവാരം നിയന്ത്രിക്കുന്നുണ്ട് അല്ലെ. നമുക്ക് കോസ്റ്റ് കുറഞ്ഞു എന്നൊക്കെ വിചാരിച്ച് നമുക്ക് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ? ഗുണനിലവാരത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, അവര് വാങ്ങിക്കുന്ന മരുന്നുകളായിക്കോട്ടെ, അവര് മാനുഫാക്ചറിങ് ചെയ്യുന്ന പ്രോഡക്ട്സുകളായിക്കോട്ടെ, ആ ഒരു പ്രോഡക്റ്റുകളുടെ ഗുണനിലവാരം കൺട്രോൾ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻസ് ഇൻ ദ വാർഡ്. നമ്മുടെ വാർഡിലെ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയിൽ നിന്ന് വിതരണം ചെയ്യുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കാമെന്റ്സ് ടു ഔട്ട് പേഷ്യന്റ്. മെഡിക്കാമെന്റ്സ് എന്ന് പറഞ്ഞാൽ മെഡിസിൻ ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ ആ ഒരു മെഡിസിനുകൾ നമ്മുടെ ഔട്ട് പേഷ്യൻസിന് മരുന്നുകൾ വിതരണം ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി OPയിൽ പോയി ഡോക്ടറെ ഒക്കെ കണ്ട് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതി തന്നാൽ നമ്മൾ ഇവിടെ നിന്നെല്ലാം മരുന്ന് മേടിക്കുന്നത് ഫാർമസിയിൽ നിന്നല്ലേ. ഔട്ട് പേഷ്യൻസിനും മരുന്നുകള് നമ്മുടെ ഫാർമസിയിൽ നിന്ന് വിതരണം ചെയ്യുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ഡ്രഗ് ഇൻഫോർമേഷൻ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽ അല്ലെ. നമ്മുടെ മരുന്നുകളെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് വിവരങ്ങൾ നൽകുന്ന ഒരു ഉറവിടമായിട്ടും ഹോസ്പിറ്റലിന്റെ ഫാർമസി പ്രവർത്തിക്കുന്നു അല്ലെ. മരുന്നുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതും പേഷ്യൻസിന് അത് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ എവിടെ നിന്നാണ്? ഫാർമസിയിൽ നിന്നാണോ? അല്ലെ. പിന്നെ എന്താണ് ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡ്രഗ് ലിസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയില് ഏതൊക്കെ മരുന്നുകളുണ്ട് എന്ന് സൂക്ഷിക്കുന്നതിനുള്ള ഒരു ലിസ്റ്റ് ആണ് ഫോർമുലറി എന്ന് പറഞ്ഞ് പഠിക്കാനുണ്ട്. അപ്പൊ മിസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഡ്രഗ് ഫോർമ നമ്മുടെ ഫാർമസിയിൽ ഏതൊക്കെ മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങള്, ഡ്രഗ്സുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അല്ലെ, ഓരോ മരുന്നുകളും ഏതൊക്കെ പേഷ്യൻസിലാണ് ഉപയോഗിക്കേണ്ടത്, അത് എങ്ങനെയൊക്കെ ഏതൊക്കെ സമയത്ത് ഉപയോഗിക്കണം എന്നുള്ള ഇൻഫർമേഷൻസ് നൽകുന്ന ഒരു സോഴ്സ്, ഒരു ഉറവിടമായിട്ട് നമ്മുടെ ഫാർമസി പ്രവർത്തിക്കുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് സെന്റർ ഫോർ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ്. എന്താണ്? നമ്മുടെ ഡ്രഗ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച്, യൂട്ടിലൈസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള എന്താണ് ഒരു സെന്റർ ആയിട്ട് അല്ലെ. നമുക്ക് മരുന്നുകൾ പല രീതിയിൽ ഉപയോഗിക്കാം അല്ലെ. ഇപ്പൊ നമുക്കിന്നൊന്ന് നോക്കിയ പാരസിറ്റാമോൾ പനിക്ക് മാത്രമാണോ യൂസ് ചെയ്യുന്നത്? അല്ല. ഒരു പല്ലുവേദന വന്നാൽ നമ്മൾ കഴിക്കും, ഒരു തലവേദന വന്നാൽ കഴിക്കും, ഒരു ബോഡി പെയിൻ വന്നാൽ കഴിക്കും അല്ലേ, കഴിക്കൂലേ? അപ്പൊ ഓരോ ഡ്രഗ്സുകളുടെയും വേരിയസ് യൂട്ടിലൈസേഷനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ഒരു സെന്റർ ആയിട്ടും ഇത് പ്രവർത്തിക്കുന്നു, ഫാർമസി പ്രവർത്തിക്കുന്നു. ഓക്കെ ആണോ? അത് എത്ര ഡോസിൽ കഴിക്കണം അല്ലേ, ഏതൊക്കെ അസുഖങ്ങൾക്ക് കഴിക്കാം എന്നുള്ള യൂട്ടിലൈസേഷനെ കുറിച്ച്, മരുന്നുകളുടെ ഉപയോഗത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ഒരു സെന്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പറയുന്നത്
bring in practice recommendation of the pharmacy and therapeutic committee. നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അല്ലെങ്കിൽ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ആരാണ്, അവരുടെ ഫങ്ഷൻസ് എന്താണ് എന്നൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ആ ഒരു ഡ്രഗ് ആൻഡ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരെടുക്കുന്ന റെക്കമെൻഡേഷൻസ് പ്രാവർത്തികമാക്കാനുള്ള അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ടും നമ്മുടെ ഫാർമസി പ്രവർത്തിക്കുന്നു. ഓക്കെയാണോ? നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ മിസ് ഒന്നുകൂടി പറഞ്ഞു തരേ. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ മാത്രം മനസ്സിലാക്കാം. നമ്മുടെ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അതിൽ 3-4 പേഴ്സൺസ് പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എടുക്കുന്ന തീരുമാനങ്ങള് അല്ലെങ്കിൽ അവരുടെ ശുപാർശകൾ അല്ലെ, ഫാർമസിയെ കുറിച്ച് എടുക്കുന്ന തീരുമാനങ്ങള് പ്രാവർത്തികമാക്കാനുള്ള ഒരു സ്ഥലമായിട്ട് നമ്മുടെ ഫാർമസി പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് പേഷ്യന്റ് കൗൺസിലിംഗ് അല്ലെ, മരുന്നിന്റെ ഉപയോഗത്തെ കുറിച്ച്. അപ്പൊ എന്താണ്, നമ്മുടെ പേഷ്യൻസിന് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ടോ? ഓരോ മരുന്നുകളുടെ യൂസേജിനെ കുറിച്ച് അല്ലെ, അതിനുണ്ടാകുന്ന സൈഡ് എഫക്റ്റുകളെ കുറിച്ച് ഒരു കൗൺസിലിംഗ് നൽകുന്ന ഒരു സെന്റർ ആയിട്ട് ഫാർമസി പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് കീപ്പ് എ ലൈസൺ ബിറ്റ്വീൻ മെഡിക്കൽ നഴ്സിംഗ് ആൻഡ് പേഷ്യന്റ് അല്ലെ, നമ്മുടെ മെഡിക്കൽ സ്റ്റാഫുകളുടെ ഇടയിൽ, ഒരു നഴ്സുമാരുടെ ഇടയിൽ, നമ്മുടെ പേഷ്യൻസിന്റെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫാർമസി ഒരു ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ, ഒരു റിലേഷൻ ഉണ്ടാക്കുന്നുണ്ടോ മരുന്നുകളുടെ ഉപയോഗത്തെ കുറിച്ച് അല്ലെ, മരുന്നുകൾ വിതരണത്തിന് വേണ്ടി ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്നു. ഓക്കെയാണോ? ഫങ്ഷൻസ് ഓക്കെയാണോ എല്ലാവർക്കും? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി എടുക്കട്ടെ. ഓക്കെ, വായിച്ചാൽ മതിയോ മിസ്? ഒബ്ജക്റ്റീവ്സ് ഒക്കെ ജസ്റ്റ് വായിച്ചാൽ മതിയോ? എക്സ്പ്ലനേഷൻ വേണ്ട. മെഡിക്കാമെന്റ്സ് എന്ന് പറഞ്ഞാൽ മെഡിസിനുകൾ. മിസ് ഒബ്ജക്റ്റീവ്സ് ജസ്റ്റ് വായിച്ചാൽ മതി എന്നാണ് പറഞ്ഞേ. പറഞ്ഞേ മനസ്സിലല്ലേ പറഞ്ഞേ? എക്സാമിന് ഇമ്പോർട്ടന്റ് ആണോന്നല്ലേ? എക്സാമിന് ഫങ്ഷൻസിന് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. വിച്ച് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി നമുക്ക് ചോദിക്കാം. അപ്പൊ അത് നോക്കി വെക്കാം കേട്ടോ. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഇത്രയും ക്ലിയർ അല്ലേ? ഇൻട്രൊഡക്ഷനും ഫങ്ഷൻസും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എടുക്കാലോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി അല്ലെ, നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസി കൊണ്ടുള്ള ഉദ്ദേശം അല്ലെ, ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യം എന്താണ്? ടു മേക്ക് ഷുവർ ദാറ്റ് അവൈലബിലിറ്റി ഓഫ് റൈറ്റ് മെഡിക്കേഷൻ at the right time in the right dose at the minimum possible cost. എന്താണ്? നമ്മുടെ പേഷ്യൻസിന് മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുക എന്നുള്ളത് എന്താണ്? ഹോസ്പിറ്റൽ ഫാർമസിയുടെ ലക്ഷ്യമാണ്. എങ്ങനെയുള്ള മരുന്നുകളായിരിക്കണം അവർക്ക് ലഭ്യമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത്? ശരിയായ മരുന്നുകള് ശരിയായ സമയത്ത് ശരിയായ ഡോസില് മിനിമം കോസ്റ്റിന് സാധ്യമായ ഏറ്റവും കുറഞ്ഞ വിലയിൽ അവർക്ക് ലഭ്യമാക്കണം. അപ്പൊ അങ്ങനെ മരുന്നുകള് നമ്മുടെ പേഷ്യൻസിന് ലഭ്യമാക്കുക എന്നുള്ളത് ഹോസ്പിറ്റൽ ഫാർമസിയുടെ ലക്ഷ്യമാണ്. നമ്മൾ ചില ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലേ പ്രിസ്ക്രിപ്ഷൻ ഡോക്ടർ എഴുതി തരുന്ന പ്രിസ്ക്രിപ്ഷൻ നമ്മൾ എഴുതി വാങ്ങിക്കാറുണ്ടോ പുറത്തേക്ക്? ചില ഹോസ്പിറ്റലില് ഉണ്ടോ? ഉണ്ട്. എന്തുകൊണ്ടാണ്? ചിലപ്പോ അവിടെ ഒരുപാട് കോസ്റ്റ് ആവില്ലേ? നമുക്ക് പുറമേ നിന്ന് വാങ്ങിക്കുന്നതിൽ കോസ്റ്റ് കൂടുതലുള്ള സമയത്ത് നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ, രീതിയില് അല്ലേ? അപ്പൊ എങ്ങനെയായിരിക്കണം മരുന്നുകൾ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഫാർമസി? എന്തായിരിക്കണം ഫാർമസിയുടെ ലക്ഷ്യം? ശരിയായ മരുന്നുകള് ശരിയായ സമയത്ത് ശരിയായ ഡോസില്
സാധ്യമായ ഏറ്റവും കുറഞ്ഞ വിലയിൽ പേഷ്യൻസിന് ലഭ്യമാക്കുക എന്നുള്ളത്. ഓക്കെ ആണോ? ഇപ്പൊ നമുക്കറിയാം, നമുക്ക് പാരസെറ്റാമോൾ 250 ഉണ്ട്, 500 ഉണ്ട്, 650 ഉണ്ട് അല്ലെ? ഡോസിൽ തന്നെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അല്ലെ? ആണോ? അപ്പൊ ശരിയായ ഡോസിൽ അല്ലെ, നമുക്ക് എത്ര ഡോസ് ആണോ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ഡോസിൽ മാത്രമേ നമുക്ക് ഡോസ് കൂട്ടിത്തരാൻ പാടുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 250 എന്നുള്ള ഡോസ് 500 കൊടുക്കാൻ പാടുണ്ടോ കുട്ടികൾക്ക്? ഇല്ല അല്ലേ? അപ്പൊ ശരിയായ ഡോസിൽ തന്നെ കൊടുക്കണല്ലേ? അപ്പൊ ശരിയായ സമയത്ത് ശരിയായ മരുന്നുകള് ശരിയായ ഡോസിൽ എന്ത് ചെയ്യാം? സാധ്യമായ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുക എന്നുള്ളത് ഫാർമസിയുടെ ലക്ഷ്യമാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഡിവിഡൻസ്. നെക്സ്റ്റ് പറയുന്നത് ടു പ്രൊഫഷണലൈസ് ദ ഓപ്പറേഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് ഇൻ ഹോസ്പിറ്റൽ. അല്ലെ? നമ്മുടെ ഹോസ്പിറ്റലിലെ ഫാർമസി സേവനങ്ങള്, ഫാർമസിയുടെ പ്രവർത്തനങ്ങള് എന്താണ്? പ്രൊഫഷണലൈസ് ആയിരിക്കണം അല്ലേ? ഇപ്പൊ നമുക്കറിയാം നമ്മൾ ചെല്ലുമ്പോൾ എന്താണ് ഫാർമസിയിൽ ഇപ്പൊ ഡിസ്പ്ലേ സിസ്റ്റം ഒക്കെ ഉണ്ട് അല്ലെ? മിക്ക ഫാർമസിയിൽ നമ്മൾ ടോക്കൺ എടുക്കുന്നുണ്ട്. ആ ഒരു ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം അനുസരിച്ച് നമ്മളെ വിളിക്കും. അപ്പൊ നമ്മൾ പേയ്മെന്റ് നടത്തും അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറയും. അതിനുശേഷം നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ മരുന്ന് തരും, നമുക്ക് അവിടെ നിന്ന് പോരാം. അങ്ങനെയല്ലേ? ഒരു പ്രൊഫഷണലൈസ്ഡ് രീതിയിലായിരിക്കണം അല്ലെ? അടുക്കും ചിട്ടയോടും കൂടി ആയിരിക്കണം. മരുന്നുകൾ ശരിയായ രീതിയിൽ അവർ സ്റ്റോറേജ് ചെയ്യണം. ആണോ? അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയുടെ പ്രവർത്തനങ്ങൾ ഒരു പ്രൊഫഷണലൈസ്ഡ് രീതിയിലായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ടു ആക്ട് ആസ് കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ഫോർ മെഡിക്കൽ സ്റ്റാഫ്, നഴ്സസ് ആൻഡ് ഫോർ പേഷ്യൻസ് ഓൺ ദ യൂസ് ഓഫ് ഡ്രഗ്സ്, possible after effects, toxicity, hostile effect drug interactions between. എന്താണ്? നമ്മുടെ മെഡിക്കൽ സ്റ്റാഫുകൾക്ക്, നഴ്സുമാർക്ക്, പേഷ്യൻസിന് മരുന്നുകളുടെ ഉപയോഗത്തെ കുറിച്ചും ആ മരുന്നുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ആഫ്റ്റർ ഇഫക്ട്സുകൾ അല്ലെ? ആഫ്റ്റർ ഇഫക്ട്സുകളെ കുറിച്ചും കൂടാതെ എന്താണ് അതിന്റെ ടോക്സിസിറ്റി അല്ലെ? വിഷാംശം. നമ്മൾ എന്താണ് അത് കൂടുതൽ ഉപയോഗിച്ചാൽ എന്താണ് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അല്ലെ? നമ്മുടെ ശരീരത്തെ വിഷലിപ്തമാക്കാനുള്ള ഒരു കഴിവിനെയാണ് ടോക്സിസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഇൻസുലിൻ അമിതമായി കഴിച്ചാൽ ചിലപ്പോ നമുക്ക് മരണം സംഭവിക്കാം അല്ലേ? അല്ലെ നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റുകൾ വരാം. അപ്പൊ ആ ഒരു മരുന്നിന്റെ ടോക്സിസിറ്റിയെ കുറിച്ച്. നെക്സ്റ്റ് എന്താണ്? ഹോസ്റ്റൈൽ ഇഫക്റ്റ് ഡ്രഗ് ഇന്ററാക്ഷൻ. ഹോസ്റ്റൈൽ ഇഫക്റ്റ് ഡ്രഗ് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് വിരുദ്ധമായിട്ടുള്ള മരുന്നുകള്, രണ്ട് മരുന്നുകൾ അറ്റ് എ ടൈം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാല് അതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിപ്പിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകള്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാൻ കാരണമാകുന്ന ഡ്രഗ്സുകള്, ആ ഒരു ഇതിനെയാണ്, പ്രോസസ്സിനെയാണ് ഹോസ്റ്റൈൽ ഇഫക്റ്റ് ഡ്രഗ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും മരുന്നുകൾ ഉണ്ടെങ്കിൽ ആ മരുന്നുകളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യണം? നമ്മുടെ പേഷ്യൻസിനും മെഡിക്കൽ സ്റ്റാഫുകൾക്കും നഴ്സസിനും എന്ത് കൊടുക്കണം? കൗൺസിലിംഗ് കൊടുക്കണം അല്ലെ? ഹോസ്റ്റൈൽ ഇഫക്റ്റിന് വേറൊരു രീതിയിൽ പറയാം, നമ്മൾ ചിലര് കേട്ടിട്ടുണ്ടോ? വിരുദ്ധാഹാരങ്ങൾ കേട്ടിട്ടുണ്ടോ? വിരുദ്ധാഹാരങ്ങള് കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണോ അങ്ങനെ പറയുന്നത്? വിരുദ്ധാഹാരങ്ങൾ, മുട്ടയും തൈരും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല എന്ന് പറയും അല്ലെ? ഇറച്ചിയും തൈരും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട് അല്ലെ? വിരുദ്ധാഹാരാണെന്ന് പറയാറുണ്ട്. ആണോ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്തുകൊണ്ടാണ്? അത് നമ്മൾ ഒന്നിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും അല്ലേ? അപ്പൊ അങ്ങനെയുള്ള മരുന്നുകള് നമ്മ ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു പേഷ്യന്റിന്റെ ശരീരത്തിൽ എന്തെങ്കിലും റിയാക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും റിസ്കുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന മരുന്നുകളെ കുറിച്ചുള്ള വിവരങ്ങള് നമ്മുടെ പേഷ്യൻസിന് വോമിറ്റിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ വയറുവേദന ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഴച്ചില് പോലെ നമുക്ക് ഫീൽ ചെയ്യും, ശരീരത്തിന് കുഴയുന്നത് പോലെ.
അപ്പൊ അങ്ങനെ എന്തെങ്കിലും മരുന്നുകളെ കുറിച്ച്, അപ്പൊ ആ മരുന്നുകൾ ഉപയോഗത്തെ കുറിച്ച്, അതിലുള്ള ടോക്സിസിറ്റി വിഷാംശങ്ങളെ കുറിച്ച്, ആ ഒരു മരുന്നിന്റെ ഉപയോഗത്തെ കുറിച്ച് മെഡിക്കൽ സ്റ്റാഫുകൾക്ക്, നഴ്സിനും പേഷ്യൻസിനൊക്കെ കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടും ഫാർമസി പ്രവർത്തിക്കുന്നു. ഓക്കെ ആണത്? നെക്സ്റ്റ് എടുക്കാനോ? നെക്സ്റ്റ് പറയുന്നത് ടു ആക്ട് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ ഓൺ ഡ്രഗ് യൂട്ടിലൈസേഷൻ അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ, ഫങ്ഷൻസി പറഞ്ഞതാണ്. എന്താണ്? മരുന്നുകളുടെ യൂട്ടിലൈസേഷനെ കുറിച്ച് അല്ലെ, ഉപയോഗത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ഒരു സോഴ്സ് ആയിട്ടും കേന്ദ്രമായിട്ടും നമ്മുടെ ഫാർമസി പ്രവർത്തിക്കുന്നു അല്ലെ. നമ്മുടെ മരുന്നുകൾ എന്താണെന്ന് പല രീതിയിൽ ഉപയോഗിക്കാം. പല രീതിയിലും നമ്മൾ മരുന്നുകൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, മെത്തേഡ്സുകളുണ്ട്. നമ്മൾ ഓറൽ ഉപയോഗിക്കുന്ന മരുന്നുകളുണ്ട് അല്ലെ, ഉണ്ടോ? ഓറൽ യൂസ് ചെയ്യുന്ന മരുന്നുകളുണ്ട്. സ്കിൻ പാച്ച് മരുന്നുകളുണ്ട് അല്ലെ, സ്കിൻ പാച്ച് ഉണ്ടോ? നമ്മുടെ സ്കിന്നിന്റെ മുകളിൽ ഉപയോഗിക്കുന്നത്, പെയിനൊക്കെ ഉപയോഗിക്കുന്ന ബാം, ഓയിൽ അല്ലെ, അതൊക്കെ എവിടെയാണ്? നമ്മുടെ സ്കിന്നിന്റെ പുറത്തല്ലേ. അതേപോലെ ഇഞ്ചക്ഷൻസ് ഉണ്ട് അല്ലെ, ഇഞ്ചക്ഷൻസ് അല്ലേ. അപ്പൊ മരുന്നുകൾ ഓരോന്നും രീതിയിലാണ് അല്ലെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഓരോ മരുന്നുകളും എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ അസുഖത്തിനാണ് ഉപയോഗിക്കേണ്ടത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡ്രഗ് യൂട്ടിലൈസേഷനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന കേന്ദ്രമായിട്ട് നമ്മുടെ ഫാർമസി പ്രവർത്തിക്കുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് പ്രോജക്ട്സ്, നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ സർവീസുകളെ കുറിച്ച് റിസർച്ചുകൾ നടത്തുന്ന അല്ലെ, ഗവേഷണങ്ങൾ നടത്തുന്ന ഇതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ഫാർമസി പ്രവർത്തിക്കുന്നു. നമ്മുടെ ഫാർമസി സർവീസുകളെ കുറിച്ച് അല്ലെ, അവിടുത്തെ മരുന്നുകളൊക്കെ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് ആ ഒരു റിസർച്ച് പ്രോഡക്റ്റുകളുടെ ഒരു ഭാഗമായും ഫാർമസി പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് to bring into practice decision of the pharmacy and therapeutic committee. നമ്മുടെ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ ഫാർമസിയിൽ പ്രാവർത്തികമാക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. ഓക്കെ, ഓക്കെ ആണോ? അത് ആ ഒരു കമ്മിറ്റി എടുക്കുമ്പോ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളൂ കേട്ടോ. അപ്പൊ ജസ്റ്റ് പഠിക്കുക. എന്താണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? ഡ്രഗ് ആൻഡ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ, ഫാർമസിയെ കുറിച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഫാർമസിയിൽ പ്രാവർത്തികമാക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് to coordinate and cooperate with other departments of the hospital. നമ്മുടെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നമ്മുടെ ഫാർമസിയിൽ ഒരു കോർഡിനേഷനും കോപ്പറേഷനും വേണോ? വേണം അല്ലേ. നമ്മുടെ മറ്റ് കാഷ്വാലിറ്റിയിലേക്ക്, ICUയിലേക്ക്, വെന്റിലേറ്റർ സെക്ഷനിലേക്ക്, ഓപ്പറേഷൻ തിയേറ്റേഴ്സിലേക്ക്, പിന്നെ എന്താണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക്, വാർഡിലേക്കൊക്കെ മരുന്നുകൾ എവിടെ നിന്നാണ് കൊടുക്കുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത് ഫാർമസിയിൽ നിന്നാണോ? അങ്ങനെ മരുന്നുകളെ ഡിസ്ട്രിബ്യൂഷൻ, ഫാർമസ്യൂട്ടിക്കൽ സർവീസുകള് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നതിന് വേണ്ടി, നൽകുന്നതിന് വേണ്ടിയിട്ട് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഒരു കോർഡിനേഷനും കോപ്പറേഷൻ, സഹകരണവും ഏകോപനവും നമ്മുടെ ഫാർമസി നിലനിർത്തുന്നു. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് to design, organize and fulfill pharmacy policy procedure in keeping with the established policies of the hospital. എന്താണ് നമ്മുടെ ഹോസ്പിറ്റലില് ആ ഒരു ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് സ്ഥാപിക്കുന്ന സമയത്ത് അവർക്ക് എന്തുണ്ടാവും? certain rules and regulations-ന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലെ, പോളിസിയുടെ അടിസ്ഥാനത്തിലല്ല അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഹോസ്പിറ്റൽ പോളിസികൾക്ക് അനുസൃതമായിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ ഫാർമസിയിലെ നയങ്ങളും പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങള് രൂപകൽപ്പന ചെയ്യുകയും അത് നടപ്പിലാക്കുകയും അത് നിറവേറ്റുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഫാർമസിയുടെ പ്രവർത്തനമാണ്, ലക്ഷ്യമാണ്. കട്ടാവുന്നുണ്ടോ? ബാക്കി എല്ലാവർക്കും കട്ടാവുന്നുണ്ടോ? ഇല്ല.
കട്ടാവുന്നുണ്ടോ? ഇല്ല, ചിലർക്കില്ല, ചിലർക്കുണ്ട് അല്ലേ? കട്ടാവുന്നുള്ളവരൊന്ന് റേഞ്ച് ഉള്ളിടത്തേക്ക് നീങ്ങിക്ക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടി പറയാട്ടോ. മിസ് ഒന്നുകൂടി പറഞ്ഞുതരാം. ലെഫ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടി പറയാം കേട്ടോ. അല്ല, ഒന്നുകൂടി ജോയിൻ ചെയ്യാം. മിസ് പറയാം. എന്താണ് നമ്മുടെ നമുക്കറിയാം, നമ്മുടെ കമ്പനി അല്ലെങ്കിൽ ഒരു സ്ഥാപനം സ്ഥാപിക്കുന്ന സമയത്ത് എന്താണ് സർട്ടൻ പോളിസികൾ, നയങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലെ അത് സ്ഥാപിക്കുന്നത്, ആണോ? അല്ലേ? ആ, അപ്പൊ ആ നയങ്ങൾക്ക് അടിസ്ഥാനമാക്കി വേണം അല്ലെ മറ്റു ഡിപ്പാർട്ട്മെന്റിലെ എന്താണ് രൂപീകരിക്കാനായിട്ട്, അല്ലെ? സൗണ്ട് കുറവാണ്. നേരത്തെ സൗണ്ട് എല്ലാം തന്നെയാണോ മിസ് പറയുന്നേ? അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസി നിർമ്മിച്ച സമയത്ത് അല്ലെ സ്ഥാപിച്ച സമയത്ത് അവര് രൂപീകരിച്ചിട്ടുള്ള ആ ഒരു നയങ്ങളുടെ പോളിസികളുടെ അടിസ്ഥാനത്തില് നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസി പോളിസികൾ രൂപീകരിക്കുകയും അത് ഓർഗനൈസ് ചെയ്യുക അല്ലെ ആ ഒരു രൂപീകരിച്ച പോളിസികൾ നയങ്ങള് അവര് നടപ്പിലാക്കുകയും അത് എന്താണ് നിറവേറ്റും ഫുൾഫിൽ ചെയ്യുകയും ചെയ്യുക. മരുന്നുകൾ പേഷ്യൻസിന് എങ്ങനെ നൽകണം അല്ലെ പേഷ്യന്റിന്റെ സേഫ്റ്റിയും എന്താണ് നമ്മുടെ ക്വാളിറ്റിയുള്ള മരുന്നുകൾ നൽകുക അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു പോളിസികളുടെ അടിസ്ഥാനത്തില് പോളിസികൾ അവർ രൂപീകരിക്കുകയും അത് അവർ നടപ്പിലാക്കുകയും അത് നിറവേറ്റുകയും ചെയ്യുക. ഓക്കെ, ആറാമത്തെ പോയിന്റോ പറഞ്ഞുതരാം കേട്ടോ മിസ്. അത് നമ്മുടെ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി നമ്മുടെ ഫാർമസിയെ കുറിച്ച് എടുക്കുന്ന തീരുമാനങ്ങള് ഡിസിഷനുകള് നമ്മുടെ ഫാർമസി എന്ത് ചെയ്യുക നടപ്പിലാക്കുക എന്നുള്ളത് ഫാർമസിയുടെ ലക്ഷ്യമാണ്. ഇത് പഠിക്കാൻ ഏതുണ്ടോ? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി കണ്ടോ? അതിൽ അവരുടെ ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഫാർമസിയുടെ നല്ലൊരു പ്രവർത്തനത്തിന് എടുക്കുന്ന തീരുമാനങ്ങള് നമ്മുടെ ഫാർമസി നടപ്പിലാക്കുക എന്നുള്ളത് ഫാർമസിയുടെ ലക്ഷ്യമാണ്. ഓക്കെ, ക്ലിയർ ആണോ? വായിച്ചു നോക്കിയേ, എന്നിട്ട് മിസ് ഇൻഫ്രാസ്ട്രക്ചർ എടുക്കാം. നമ്മുടെ ഫാർമസിയുടെ ആന്തരഘടന അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വായിച്ചു നോക്കിയേ. മിസ് എടുത്തത് ഇൻട്രൊഡക്ഷനും ഫങ്ഷൻസും ഒബ്ജക്റ്റീവ്സും ഒന്ന് വായിച്ചു നോക്കിയേ.
ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, ഇൻഫ്രാസ്ട്രക്ചർ എടുക്കട്ടെ മിസ്. License means relation, vendor. Okay. Next, infrastructure. Like ആന്തരഘടന അല്ലെങ്കിൽ അടിസ്ഥാന നമ്മുടെ ഫാർമസിയില് എന്തൊക്കെ അടിസ്ഥാന ഘടകങ്ങൾ വേണമെന്നാണ് ഈ സെക്ഷനിൽ പറയുന്നത്. നമ്മുടെ ഫാർമസി നിങ്ങൾ എവിടെയാണ് കണ്ടിരിക്കുന്നത്? തേർഡ് ഫ്ലോറിലും ഫോർത്ത് ഫ്ലോറിലൊക്കെയാണോ കണ്ടിരിക്കുന്നത് ഒരു ഹോസ്പിറ്റലിലെ ഫാർമസി? അല്ല, എവിടെയാ കണ്ടിരിക്കുന്നത്? ഒന്നില്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറില്, അതല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ അല്ലെ? ഗ്രൗണ്ട് ഫ്ലോറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ അല്ലെ? അപ്പൊ എന്താണ് നമ്മുടെ ഫാർമസി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലൊക്കേറ്റഡ് ഓൺ ദി ഗ്രൗണ്ട് ഫ്ലോർ ഓർ ഇൻ ദി ഫസ്റ്റ് ഫ്ലോർ. ഒന്നില്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ അതല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ ആയിരിക്കും. OP pharmacy should have a grand appearance and must enough have space. Patients who should wait for medicines. OPD waiting room should give a professional look. There should be educative posters on health and hygiene and literature for reading. നമ്മുടെ OP ഫാർമസി എങ്ങനെയാണ്? ഗ്രാൻഡ് അപ്പിയറൻസിലാണ് അല്ലെ കാണുന്നത്. നമുക്ക് ആ ഒരു ഫാർമസിയിലേക്ക് പോകുമ്പോൾ എന്താണ് നമ്മളൊരു ഇത് ഫീൽ ചെയ്യാറില്ലേ? അതല്ലെങ്കിൽ ഭയങ്കര ഇടുങ്ങിയിട്ട് കൺജസ്റ്റഡ് ആയിട്ട് ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാൻ തോന്നോ? വെയിറ്റ് ചെയ്യണം അല്ലെ? നമ്മൾ മരുന്നുകൾ വാങ്ങാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലെ? ഫാർമസിയിൽ നിന്ന് മരുന്നുകൾ കിട്ടാനായിട്ട്. അപ്പൊ ഭയങ്കര ഇരുട്ട് കൂടിയ ഒരു സെക്ഷൻ ആണ്. അല്ലെങ്കിൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് തോന്നും അവിടെ ഇരിക്കാനായിട്ട് ഇല്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ OP ഫാർമസി പിന്നെ അവിടെ ചെല്ലുന്ന ആളുകൾ എങ്ങനെയാണ്? ചിലപ്പോൾ രോഗികളായിരിക്കാം അല്ലെ? മരുന്നുകൾ വാങ്ങിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പൊ അപ്പൊ ബുദ്ധിമുട്ടില്ലേ? ഭയങ്കരമായിട്ട് വോയിസും അങ്ങനെ സൗണ്ട് ഒക്കെ കേട്ട് കഴിഞ്ഞാല്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ OP ഫാർമസി നല്ല ഗ്രാൻഡ് അപ്പിയറൻസിലായിരിക്കണം. പേഷ്യൻസിന് ഇരിക്കാനുള്ള അല്ലെ മരുന്നുകൾ വാങ്ങിക്കുന്നതിന് അവർക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലെ? അപ്പൊ ആ ഒരു വെയിറ്റിംഗ് ടൈമിൽ അവർക്ക് ഇരിക്കാനുള്ള സ്പേസ് വേണം അല്ലെ? കണ്ടിട്ടില്ലേ നിങ്ങൾ? ഒരുപാട് ചെയേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? അപ്പൊ അവർക്ക് ഇരിക്കാനുള്ള ചെയേഴ്സ് വേണം. പിന്നെ എന്താണ് നമ്മുടെ OPD ഫാർമസി പ്രൊഫഷണൽ ലുക്കിലായിരിക്കണം അല്ലെ? നല്ല ചിലപ്പോ ചില ക്ലിനിക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫാർമസിയുടെ അവിടെ വെയിറ്റ് ചെയ്യാൻ അടിപൊളിയായിരിക്കും. ടി വി ഉണ്ടായിരിക്കും, മാഗസീനുകൾ ഉണ്ടായിരിക്കും അല്ലെ? ചിലപ്പോ അക്കോറിയൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. ആണോ? അപ്പൊ ഒരു പ്രൊഫഷണൽ ലുക്കിലായിരിക്കണം. എന്താണ് നമുക്ക് അറിവുകൾ തരുന്നതായി എഡ്യൂക്കേറ്റീവ് പോസ്റ്റേഴ്സ് ഹെൽത്തുമായി ബന്ധപ്പെട്ടും ശുചിത്വവുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് അറിവുകൾ നൽകുന്ന എഡ്യൂക്കേറ്റീവ് പോസ്റ്റേഴ്സ് ലിറ്ററേച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കണം. നമ്മൾ കാണാറുണ്ട് അല്ലെ? ആരോഗ്യ മാസികകൾ ഉണ്ടാകാറുണ്ട്. പല പോസ്റ്റേഴ്സ് ഒക്കെ പകലല്ലേ ചുമരിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലമായിരിക്കണം നമ്മുടെ OP ഫാർമസിയുടെ ആ ഒരു വെയിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് suitable space must be given for regular manufacturing of stock solution, powders, ointments, etc. The manufacturing room should be near the pharmacy. എന്താണ് നമ്മുടെ ഫാർമസിയില് നമ്മുടെ സ്റ്റോക്ക് സൊല്യൂഷൻ അല്ലെ? എന്താണ് മരുന്നുകളൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റോക്ക് സൊല്യൂഷൻ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ഈ സ്റ്റോക്ക് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ് കേട്ടോ. ഹൈഡ്രോക്ലോറിക് ആസിഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഒക്കെ എക്സാമ്പിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റോക്ക് സൊല്യൂഷൻസ്, പൗഡേഴ്സ് കൂടാതെ ഓയിൽമെന്റ്സുകളൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് സൂട്ടബിൾ ആയിട്ടുള്ള അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു സ്പേസ് സ്ഥലം നമ്മുടെ ഫാർമസിയിൽ ഉണ്ടായിരിക്കണം. കൂടാതെ നമ്മുടെ ഫാർമസിയിനോട് അടുത്ത് തന്നെ ആയിരിക്കണം മാനുഫാക്ചറിംഗ് റൂമും സ്ഥിതി ചെയ്യേണ്ടത്. ഓക്കെ ആണോ?
നമ്മൾ മരുന്നുകളൊക്കെ മാനുഫാക്ചറിങ് ചെയ്യുന്ന ആ ഒരു മാനുഫാക്ചറിങ് റൂം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഫാർമസിയോട് തൊട്ടടുത്ത് തന്നെ ആയിരിക്കണം സ്ഥിതി ചെയ്യേണ്ടത്. ഓക്കെ. സ്റ്റോക്ക് സൊല്യൂഷൻസ്, പൗഡേഴ്സ്, ഓയിന്റ്മെന്റുകളൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ഏരിയ, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ഫാർമസിയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ ആണോ? മിസ് എടുത്ത ഭാഗം എല്ലാവർക്കും ക്ലിയർ അല്ലേ? അപ്പൊ മിസ് ഒന്ന് ഇതേ എടുക്കുന്നുള്ളൂ. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ആൾ.